ഹായ് മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കുറെ ചാപ്റ്റേഴ്സിൽ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ ടോപ്പിക്സ് ഒക്കെ ചെറുതാക്കിയിട്ട് ട്രിക്സിലൂടെ പഠിച്ചിട്ടുണ്ട്. സോ ഇന്നും അതേപോലെ ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ സെക്കൻഡ് ടേം എക്സാമിനും പബ്ലിക് എക്സാമിനും ഒക്കെ ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ചെറുതാക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അറിയാം, നിങ്ങൾക്കറിയാം, 7ാമത്തെ ചാപ്റ്റർ ഉണ്ട്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ആ ചാപ്റ്ററിൽ കഴിഞ്ഞ വർഷം നിങ്ങളെ സീനിയേഴ്സിനൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ, ദേശീയ വിദ്യാഭ്യാസ നയം. ഏത് വർഷം വന്നത് മക്കളെ? 1986 നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ. ഇത് ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്, എന്താണ് നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ, ദേശീയ വിദ്യാഭ്യാസ നയം എന്താണെന്ന് പഠിക്കാൻ വേണ്ടി പോവാണ്. സോ നമുക്കറിയാം, ദേശീയ വിദ്യാഭ്യാസ നയം എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയതാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ പുരോഗതി നടക്കാൻ വേണ്ടിയിട്ട് ന്യൂനത സാങ്കേതിക വിദ്യകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ, ദേശീയ വിദ്യാഭ്യാസ നയം. അതിൽ എന്തൊക്കെയാണ് നിർദ്ദേശിച്ചത്, അതാണ് നിങ്ങൾക്ക് 4 മാർക്കും ചോദിക്കാറുള്ളത്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ആ 4 മാർക്കും ചോദിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്കറിയാം എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ജസ്റ്റ് സാർ പറഞ്ഞാൽ, ഒന്ന് ഫോക്കസിങ് ഓൺ പ്രൈമറി ആൻഡ് കണ്ടിന്യൂ എഡ്യൂക്കേഷന്, അതേപോലെ തന്നെ ഇംപ്ലിമെന്റേഷൻ. എന്ത് ഇംപ്ലിമെന്റേഷൻ? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഇംപ്ലിമെന്റ് ചെയ്യാം, അഥവാ ന്യൂനത സാങ്കേതിക വിദ്യകൾ. അതേപോലെ തന്നെ സ്റ്റാർട്ടിങ് നവോദയ വിദ്യാലയാസ് ഇൻ എവറി ഡിസ്ട്രിക്ട്സ് ആൻഡ് എൻകറേജിങ് ഗേൾസ് എഡ്യൂക്കേഷൻ. ഈ 4 പോയിന്റാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ, ഒന്ന് തുടർ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, അതേപോലെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി സ്ഥാപിക്കണം, അതേപോലെ നവോദയ വിദ്യാലയങ്ങൾ എല്ലാ ജില്ലകളിലും സ്ഥാപിക്കണം, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രോത്സാഹനം നൽകണം. ഈ പോയിന്റ്സ് ആണ്. അപ്പം നമുക്കറിയാം, നമ്മൾ പോയിന്റ്സ് പഠിച്ചു വെക്കും, പക്ഷെ നമുക്ക് ഓർമ്മയിൽ നിൽക്കാറില്ല സ്വാഭാവികമായിട്ട്. പക്ഷെ ഞാനൊക്കെ പഠിക്കും, എൻ്റെ മനസ്സിൽ നിൽക്കാറില്ല എന്ന് പറയും. പ്രശ്നമല്ല, ഈ പോയിന്റ് പഠിക്കാൻ വേണ്ടിയിട്ട് സാർ നിങ്ങൾക്ക് ചെറിയൊരു ട്രിക്ക്, ചെറിയൊരു കഥ പറഞ്ഞിരുന്നു. നിങ്ങൾക്കൊക്കെ ഭയങ്കര താല്പര്യമുള്ള കഥയാണ്, എന്നാൽ ആ കഥ കേട്ടു വെക്കാം. സോ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഇത് ദേശീയ വിദ്യാഭ്യാസമാണല്ലോ, സ്കൂളുകളാണല്ലോ. സ്വാഭാവികമായിട്ട് സ്കൂളുകളിൽ ഉണ്ടാകുന്ന സാധനമാണ്, നമുക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും, അതേപോലെ നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് അധ്യാപകരുണ്ടാവും, അതേപോലെ പ്രണയങ്ങളും ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. അല്ലെങ്കിൽ ക്രഷ് ഉണ്ടാവും, നമുക്ക് ഒരാളോട് ക്രഷ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് അത് അട്രാക്ഷൻ, അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, എല്ലാവർക്കും ഉണ്ടാകുന്ന സാധനമാണ്. സ്വാഭാവികമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഞാൻ ഒരു ചിത്രം വരയ്ക്കുകയാണ്. ഇവന്റെ പേരാണ് എന്ത് വിളിക്കുന്നത്? അഫി എന്ന് വിളിക്കും. അഫിയാണ്. അഫിക്ക് ഒരാൾ ഭയങ്കര ലൈക്കാണ്. യെസ് പാത്തുമ്മനെ ഭയങ്കര ഇഷ്ടമാണ്. യെസ്, അഫിക്ക് പാത്തുമ്മ കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. സ്വാഭാവികമായിട്ട് പാത്തുമ്മന്റെ കൂടെ ആരുണ്ടാവും? പാത്തുമ്മന്റെ കൂടെ കുറെ ആൾക്കാരുണ്ടാവും, കുറെ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഒരു നല്ല രസമുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ട് കുറെ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അഫിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അഫി എന്ത് ചെയ്യും? നമുക്ക് സ്വാഭാവികമായിട്ട് ഒരാൾ ക്രഷ് ആണെങ്കിൽ, നമുക്ക് ഒരാൾ ഇഷ്ടമാണെങ്കിൽ, നമ്മൾ അയാൾ എന്തൊക്കെയാണ് ഡ്രസ്സ് ഇട്ട് വരുന്നത്, അയാളുടെ ഡ്രസ്സുകൾ ഏതൊക്കെയാണ്, അയാളെ വോയിസ് ഓഫ് ടോക്സ്, അയാൾക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും? ഒന്നാമത്തെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യും കൃത്യമായിട്ട്. സ്വാഭാവികമായിട്ട് ഞാൻ ചോദിച്ചു കേട്ടോ മക്കളെ, അഫി എന്നും വന്നിട്ട് ഈ പാത്തുമ്മൻ എങ്ങനെ എന്നും ഫോക്കസ് ചെയ്തിട്ടോ കൃത്യമായിട്ട് എന്നും എന്തൊക്കെ ഡ്രസ്സ് ഇടുന്ന, ഒക്കെ എന്തൊക്കെ ഇഷ്ടമുള്ളത്, ആരുടെ വർത്താനം, അതൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ മതിയോ? ഇല്ല. അങ്ങനെ കുറെ വട്ടം ഫോക്കസ് ചെയ്തിട്ട് വേറൊരുത്തം കൊണ്ടുപോയി പോകും. അപ്പൊ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഫോക്കസ് ചെയ്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പോയിട്ട് പറയും, എനിക്കറിയില്ല, എന്നെ കണ്ട മുതൽ എൻ്റെ കണ്ണുകളും അല്ലെങ്കിൽ എൻ്റെ ചുണ്ടുകളും ഒക്കെ കണ്ടതോടെ, അല്ലെങ്കിൽ നിന്റെ വോയിസ് ഓഫ് ടോക്സ് ഒക്കെ കണ്ടതോടെ എനിക്ക് എന്തായാലും എന്നെ ക്രഷ് തോന്നാൻ തുടങ്ങി എന്നൊക്കെ പറയും. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് സ്റ്റാർട്ടൊക്കെ ചെയ്ത് കൃത്യമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇത് പെട്ടെന്ന് ഈ പ്രോസസ്സ് പെട്ടെന്ന് നടക്കണമെങ്കിൽ ഈ കാണുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് എൻകറേജ് ചെയ്യണം. ഈ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ എൻകറേജ് ചെയ്യണം. ഓൾക്ക് എന്ത് ചെയ്യണം? മുട്ടായൊക്കെ വാങ്ങി കൊടുത്തിട്ട് എങ്ങനെ പാത്തുമ്മന്റെ ചങ്ങാഴ്ചകളാണ്, അപ്പൊ മുട്ടായൊക്കെ വാങ്ങി കൊടുക്കും. സ്വാഭാവികമായിട്ട് മുട്ടായും അല്ലെങ്കിൽ കൊലുട്ടായൊക്കെ വാങ്ങി കൊടുക്കുമ്പം സ്വാഭാവികമായിട്ട് പറയും, എന്ത് എന്റെ ചെക്കൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഓൻ കുഴപ്പമില്ലാതെ മുട്ടായും കാര്യങ്ങളൊക്കെ വാങ്ങി തരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ എൻകറേജ് ചെയ്യും, മെല്ലെ പ്രോത്സാഹിപ്പിക്കും. ഇതൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വൃത്തിയിൽ നടത്തിയിട്ടുണ്ടെങ്കിലും, ആ സ്കൂളിൽ ഒരു മാഷ് ഉണ്ടാവും. ആ മാഷ് ഇത് എങ്ങനായാലും ഏതെങ്കിലും രീതിയിൽ ഇത് അറിയും. ആ മാഷ് പിടിക്കാനുള്ള ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അത് വന്നിട്ട് ഇത് കത്തം ടാറ്റ ബൈ ബൈ ആക്കും.
വാവ്, ബ്ലാക്ക് കളർ വാവ് എന്ന് പറഞ്ഞാൽ ആ വാവ് ആയിട്ട് അത് പോവും. ഉറപ്പാണ് മക്കൾ. ഈ സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് പഠിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇതുപോലെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാനം എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഒന്നും ഉണ്ടാവില്ല. സോ ഫോക്കസും സ്റ്റാർട്ടും എൻകറേജും ചെയ്യാം ആഫ്റ്റർ, അല്ലെങ്കിൽ നല്ല രീതിയിൽ എത്തട്ടെ. അപ്പം ഈ 4 പോയിന്റ് എന്റെ മക്കൾ പഠിച്ചു വെക്കുക. ആദ്യം ഫോക്കസ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക. അപ്പൊ ഫോക്കസ് ചെയ്ത് ഒത്തിരുന്നാൽ മതിയോ? പറ്റൂല. പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്താൽ മതിയോ? സ്റ്റാർട്ട് ചെയ്താൽ പോരാ, പെട്ടെന്ന് പോയിട്ടുള്ള ഫ്രണ്ട്സിനെ എൻകറേജ് ചെയ്യണം. ഇതൊക്കെ നടത്തിയിട്ട് കാര്യമല്ല. അവിടെ എന്തുണ്ടാവും? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഇവിടെ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞത് മക്കളെ? ഫോക്കസിങ് ചെയ്യാൻ പറഞ്ഞത് രണ്ടെണ്ണം പ്രൈമറി എഡ്യൂക്കേഷൻ ആൻഡ് കണ്ടിന്യൂ എഡ്യൂക്കേഷൻ. അപ്പം ഫോക്കസിങ് ചെയ്യാൻ പറഞ്ഞത് രണ്ടെണ്ണാണ് ഫോക്കസ് ചെയ്യാറുള്ളത്. ഒന്ന് പ്രൈമറി എഡ്യൂക്കേഷനും അതേപോലെ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ. സ്റ്റാർട്ടിങ് ചെയ്യാൻ പറയുന്നത് ഒരു വിദ്യാലയമാണ് നവോദയ വിദ്യാലയാസ്. എവിടെ? ഇൻ എവറി ഡിസ്ട്രിക്ട്. എൻകറേജ് ചെയ്യാൻ ആര് എഡ്യൂക്കേഷൻ എൻകറേജ് ചെയ്യാൻ പറയുന്നത്? ഗേൾസ് എഡ്യൂക്കേഷൻസ് എൻകറേജ് ചെയ്യാൻ. ലാസ്റ്റിലാണ് ഇംപ്ലിമെന്റ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അപ്പൊ കഥ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. ഈ പോയിന്റ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. മറക്കാതിരിക്കണം. എക്സാമിന് ചോദിക്കാറുണ്ട്. മലയാളം മീഡിയം കുട്ടികൾ ശ്രദ്ധിച്ചോളി. നമുക്കറിയാം, ഒരു കുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ നമുക്ക് ക്രഷ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നല്ല രീതിയിൽ പ്രാധാന്യത്തോടെ കാണും. പ്രാധാന്യത്തോടെ കണ്ടുകുത്തിരിക്കുകയാണ് ചെയ്യുക. പെട്ടെന്ന് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്കുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും? എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പോയിട്ട് സ്ഥാപിച്ചാൽ മാത്രം മതിയോ? അല്ല, സ്ഥാപിച്ചാൽ മാത്രം പോരാ. അതിനെന്ത് ചെയ്യണം? അവളെ ഫ്രണ്ട്സിനെ മെല്ലെ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. ഒക്കെ ചെയ്യും നമ്മൾ. പ്രോത്സാഹിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് എന്ത് ചെയ്യും? പ്രോത്സാഹിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. അവിടെ തമാശ വന്നിട്ട് ഒരൊറ്റതുണ്ടാവാം. മാഷിൻ്റെതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അത് വന്നിട്ട് എന്ത് ചെയ്യും? അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഒറ്റ കഥം ടാറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞ പോലെ അതിനെ ഇല്ലാണ്ടാക്കും. ജസ്റ്റ് ഈ കഥ ഒന്ന് ആലോചിച്ച് വെക്കുക മക്കളെ. ഈ പോയിന്റ്സ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ കഥയിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇത് തന്നെയാണ് നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻസ് എന്ന് പറഞ്ഞത്. മക്കളെ 4 മാർക്ക് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. സോ സിമ്പിൾ ആണ്. കഥ ആലോചിച്ചിട്ട് പോവുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ 4 കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ 4 നിർദ്ദേശങ്ങൾ വന്നതോടെ തന്നെയാണ് നമ്മൾ ഇവിടുത്തെ വിദ്യാഭ്യാസ പുരോഗതി കൃത്യമായിട്ട് നടന്നത്. സോ ഇതേപോലത്തെ ട്രിക്സുകളായിട്ട് ഇനിയും സാർ വരും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കൾ എന്തായാലും ലൈക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങളെ കമന്റ് എന്തായാലും സാർക്ക് അറിയിച്ചു തരണം. മാത്രമല്ല ഈ ചാനൽ കാണാത്ത മക്കളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും വേണ്ട. ഇനി ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് വീണ്ടും സാർ വരും. ടാറ്റാ.